ഇനി വീണ്ടും അല്ലാഹു തുടർന്നുകൊണ്ട് പറയാണ്, ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനീ ഇസ്രായീല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇന്ന ഹാദൽ ഖുർആൻ, എന്താർത്ഥം? തീർച്ചയായും ഈ ഖുർആൻ, ഈ ഖുർആൻ അല്ലാഹു പറയാണ്, ഈ ഖുർആൻ യഖുസ്സു, അത് വിവരിച്ചു കൊടുക്കുന്നു, അത് വിവരിച്ചു കൊടുക്കുകയാണ്. ഖസ്സ യഖുസ്സു, കഥ പറഞ്ഞു കൊടുക്കുന്നു, വിവരിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനൊക്കെ എന്ത് പറയും? യഖുസ്സു എന്ന് പ്രയോഗിക്കും. ആർക്കാ വിവരിച്ചു കൊടുക്കുന്നത്? അലാ ബനീ ഇസ്രായീല, ഇസ്രായേൽ മക്കളുടെ മേൽ. ഇസ്രായേൽ മക്കൾക്കതാ ഈ ഖുർആൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ഈ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ കഥനത്തിലൂടെ, കഥയിലൂടെ, ചരിത്രത്തിലൂടെ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ വിവരിച്ചു കൊടുക്കുന്നത്? അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. അക്സറ, ധാരാളം കാര്യങ്ങളെ, കുറേ കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനത്തെ കാര്യങ്ങൾ? അല്ലദീ, എങ്ങനെയുള്ള കാര്യങ്ങളാണത്? ഹും, അവർ, ഫീഹി, ആ കാര്യത്തിലൊക്കെ, യഖ്തലിഫൂന, അഭിപ്രായ വ്യത്യാസത്തിലാണ്. അപ്പൊ ഇസ്രായേൽ സന്തതികളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിധത്തിൽ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യം അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. ഇപ്പൊ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത് അതിൽ പിന്നെ തൗറാത്തിൻ്റെ ആൾക്കാരും ഇഞ്ചീലിൻ്റെ ആൾക്കാരും ഒക്കെ പെട്ടു. ബനി ഇസ്രായേൽ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ 90% ആളുകൾക്കും അറിയണ്ടാവും. ഇസ്രായേൽ എന്ന പേര് ആർക്കുള്ളതാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപേരാണിന്ന് വന്ന് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ സന്താനങ്ങൾ എന്ന പേരാണ് ബനു ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. ആ 12 മക്കളുടെ പാരമ്പര്യ പിന്നെ ആ ഒരു താവഴിയിലൂടെയാണ് ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്ന ഒരു തലമുറ ഈ ലോകത്ത് വന്നത്. അവരാണ്. അവർക്ക് തൗറാത്ത് നൽകപ്പെട്ടു, മൂസ അലൈഹിസ്സലാമിൻ്റെ ജനതക്ക്, ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനതക്ക് ഇഞ്ചീലും നൽകപ്പെട്ടു. എന്നാൽ ഇവരൊക്കെ അവരുടെ പല കാര്യങ്ങളിലും അവർ അഭിപ്രായ വ്യത്യാസങ്ങളിലായിരുന്നു. ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞത് എന്താണ്? ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, എല്ലാം കൂടിയതാണ്, അത് പറഞ്ഞു. അതേ അവസരത്തിൽ യഹൂദികൾ എന്ത് പറഞ്ഞു? സ്വലബൂഹു, അവരെ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുണ്ട്, അത് ജാരസന്താനമാണ്. മഅദല്ലാഹ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവരങ്ങനെ പറഞ്ഞു. പഴച്ചു പറ്റതാണ്, ജാരസന്താനമാണ് എന്ന് യഹൂദികൾ പറഞ്ഞു. അള്ളാഹു അവർക്ക് മറുപടി കൊടുത്തു, വമാ ഖതലൂഹു, അവർ ഈസയെ കൊന്നിട്ടില്ല, വമാ സലബൂഹു, ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് തോന്നിയതാണ്. അള്ളാഹു അവൻ്റെ സന്നിധിയിലേക്ക് ഉയിരോടെ, ജീവനോടെ ഉയർത്തിയതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, ലോകം അവസാനിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് യൻസിലു ഫീകും ഈസ ഇബ്നു മറിയം ഹക്കമൻ അദലൻ, നീതിമാനായ ഒരു ഭരണാധികാരിയായിക്കൊണ്ട് മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന പ്രദേശം പറഞ്ഞു, സ്ഥലം പറഞ്ഞു, സമയം പറഞ്ഞു. ഇറങ്ങി വരുമ്പോഴുള്ള ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശാരീരികമായ അടയാളങ്ങൾ വരെ പറഞ്ഞു. തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴും എന്ന് പറഞ്ഞു. ഡമസ്കസിലെ വൈറ്റ് മിനാരങ്ങളിൽ അവിടെയായിരിക്കും ഇറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കൾക്കിടയിൽ മറിയം ബീവിയുടെ കാര്യത്തിൽ, ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ, അങ്ങനെ പല വിഷയങ്ങളിലും അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടായിരുന്നു. ആ ഇഖ്തിലാഫൊക്കെ തീരുന്ന നിലക്ക് അള്ളാഹ് കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല കാര്യം. ഈസാ ദൈവമോ ദൈവപുത്രനോ അതുമല്ല, എന്നാൽ ജാരസന്താനോ അല്ല. രണ്ടിൻ്റെ ഇടക്കാണ് കാര്യം. അബ്ദുല്ലാ, അള്ളാഹിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ റസൂലുമാണ്. വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. സൂറത്ത് മറിയമിലൂടെ പറഞ്ഞു, ആല ഇംറാന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് മറിയമിൻ്റെ പുത്രൻ ഈസ. ഖുർആൻ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈസയിൽ വിശ്വസിക്കേണ്ടത്, അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ, നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവസാന വാക്ക് ഇതാണ്, നിങ്ങൾ തർക്കിക്കല്ലേ. എന്ത് പറഞ്ഞിട്ടെന്താ, അവർ പിന്നെയും തർക്കത്തിലായി. അപ്പോ അതാണ് അള്ളാഹുയുടെ എടുത്തു പറയുന്നത്. ഇസ്രായേൽ സന്തതികൾ തർക്കിച്ചുകൊണ്ടിരുന്ന
അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ ഈ ഖുർആൻ അവർക്ക് കൃത്യമായ വിവരണം എന്തിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇനിയൊന്ന് അർത്ഥം വെച്ച് നോക്കൂ. ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ, യഖുസ്സു, അത് വിവരിച്ചു കൊടുക്കുന്നു, അലാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ മക്കൾക്ക്. എന്തിനെ വിവരിച്ചു കൊടുക്കുന്നത്? അക്സറ, ധാരാളം കാര്യങ്ങള്, അല്ലദീ, അങ്ങനത്തെ കാര്യങ്ങൾ, ഹും അവർ, ഫീഹി, ആ കാര്യത്തിലൊക്കെ, യഖ്തലിഫൂന, ഒരു ഭിന്നതയിലാണ്. അപ്പൊ ഭിന്നത പിന്നെ എന്തിനാ നിങ്ങൾ ഭിന്നിക്കുന്നത്? ഇതാ നിങ്ങൾ ഈ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള തീർപ്പാണിതാ കേട്ടോളൂ എന്ന് പറഞ്ഞു ഖുർആൻ എത്ര ഇടങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല.